അപ്പോൾ നമ്മൾ ഈ സെഗ്മെന്റിൽ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക സംഗതിയാണ്. അതായത് ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരി റീന ഉൾപ്പെടെ 3 പേർ മരിച്ച വാഹനാപകടം കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് പിന്നാലെ ഹൈറേഞ്ചിലെ ചികിത്സാ പരിമിതികൾ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്, വീണ്ടും അത് ചർച്ചയാവുന്നു. ഗുരുതരാവസ്ഥയിലാകുന്ന ഒരു രോഗിക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കാൻ മണിക്കൂറുകൾ സമയമെടുക്കുന്നു. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഉണ്ടെങ്കിലും ഗുരുതരാവസ്ഥയിലാകുന്ന രോഗികൾക്ക് ഹൈറേഞ്ചിൽ ചികിത്സ കിട്ടുന്നില്ല എന്നതാണ് വസ്തുത. അതിലേക്കാണ് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നത്. കഥാകഥനം. അതെ, കഴിഞ്ഞ വെള്ളിയാഴ്ച 10:30 പന്നിയാർകുട്ടിയിൽ 3 പേർ സഞ്ചരിച്ച ജീപ്പ് 100 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടാകുന്നത്. റീന ബോസ് ദമ്പതികൾ തൽക്ഷണം മരിച്ചു. ജീപ്പ് ഓടിച്ച എബ്രഹാമിന് ഗുരുതരമായി പരിക്കേറ്റു. തൊട്ടടുത്തുള്ള രാജാക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വെന്റിലേറ്ററിലാക്കി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നില ഗുരുതരമായി. ഡോക്ടർമാർ പറഞ്ഞു വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന്. അങ്ങനെ എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ 12:45 മുരിക്കാശ്ശേരിയിൽ നിന്നുള്ള ICU ആംബുലൻസ് എത്തിയ ശേഷമാണ് എബ്രഹാമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അടിമാലിയിലെത്തിയപ്പോഴേക്കും നില കൂടുതൽ ഗുരുതരമായി. അങ്ങനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കയറ്റുന്നു. അവിടെ വെച്ച് മരണം സംഭവിച്ചു. എബ്രഹാമിൻ്റേത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഗുരുതരാവസ്ഥയിലായി വിദഗ്ധ ചികിത്സ കിട്ടാതെ മരിച്ചവരുടെ ഒരു പ്രതീകം കൂടിയാണ് എബ്രഹാം. 1ഉം 2ഉമല്ല, 100 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാൽ മാത്രമേ ഇടുക്കി ജില്ലക്കാർക്ക് ഒരു വിദഗ്ധ ചികിത്സ ലഭ്യമാകൂ. ഒന്നെങ്കിൽ കോട്ടയം, അല്ലെങ്കിൽ എറണാകുളം. ഇത് രണ്ടുമല്ല എങ്കിൽ കേരള അതിർത്തിയും കടന്ന് തമിഴ്നാട് തേനിയിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കുള്ള സൗകര്യം ഹൈറേഞ്ചിലില്ല എന്നുള്ളത് ഇവിടുത്തെ ജനത അനുഭവിക്കുന്ന വലിയ ഒരു ദുരന്തമാണ്. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ അതിനുള്ളൊരു ആശുപത്രി എന്നുള്ളതേ ഉള്ളൂ. ഒരു ചികിത്സയും അവിടെ നടക്കുന്നില്ല. ചെന്ന് കഴിഞ്ഞാൽ ചെല്ലുന്നത് മുഴുവൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്ത് വിടുന്ന ഒരു പരിപാടി മാത്രമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊരു താലൂക്ക് ആശുപത്രിയുടെ ഒരു സൗകര്യം പോലും അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. ആംബുലൻസിൽ വെച്ച് തന്നെ നിരവധിയായ മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് 25-50 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് ഡെഡ് ബോഡിയുമായിട്ട് തിരിച്ചു പോരേണ്ട പല സ്ഥിതിയും ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. വലിപ്പത്തിനൊത്ത ജനസാന്ദ്രതയില്ലായിരിക്കാം. പക്ഷേ ഇവിടുത്തെ ആളുകൾക്കും അവരുടെ ജീവനും വില കൽപ്പിക്കണം. 4 താലൂക്ക് ആശുപത്രി, 1 ജില്ലാ ആശുപത്രി, പിന്നെ സ്വന്തം മെഡിക്കൽ കോളേജും ഇവയൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു പനി വന്നാൽ നല്ല ചികിത്സ ലഭിക്കണമെങ്കിൽ ജില്ലാ അതിർത്തി കിടക്കേണ്ട അവസ്ഥയാണ്. ഈ ഗതികേട് മാറേണ്ടതും അനിവാര്യമാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി.